പ്രൈസ് ദി ലോർഡ്. തിരുകരത്താൽ പതിച്ചു എന്നെ തിരുഹിതം പോർ നടത്തിടാമേ. കുശവൻ കയ്യിൽ കളിമണ്ണോ ഞാൻ അനുദിനം നീ പണിയണമേ. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. കൂരിരുളിൻ താഴ്വരയിലെ ദീപമാതാൻ നിൻമൊഴികൾ ആഴിയതിൽ ഓളങ്ങള വലഞ്ഞിടുമ്പോൾ എൻ പാടകിൽ എൻ്റെ പ്രിയൻ യേശുവുണ്ട്. ചേർന്നിടുമേ പവനമാതിൽ അവൻ നമുക്കായി ജീവൻ നൽകി ഒരുക്കിയല്ലോ വലിയ രക്ഷ. ദൃഷ്ടികളാൽ കാണുന്നു ഞാൻ സ്വർഗ്ഗകാനാൻ ദേശമാകെ. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ വേദഭാഗം 137 സങ്കീർത്തനം 1 മുതലുള്ള ചില തിരുവചനങ്ങൾ. ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. അതിൻ്റെ നടുവിലെ അലരി വൃക്ഷങ്ങളിന്മേൽ ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടു. ഞങ്ങളെ ബദ്ധരാക്കി കൊണ്ടുപോയവർ സിയോൻ ഗീതങ്ങളിൽ ഒന്ന് ചൊല്ലുവിൻ എന്ന് പറഞ്ഞു. ഗീതങ്ങളെയും ഞങ്ങളെ പീഡിപ്പിച്ചവർ സന്തോഷത്തെയും ഞങ്ങളോട് ചോദിച്ചു. ഞങ്ങൾ യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നത് യെരൂശലേം. പാടുന്നത് എങ്ങനെ? യെരൂശലേമേ, ഞാൻ നിന്നെ മറക്കുന്നു എങ്കിൽ എൻ്റെ വലങ്കൈ മറന്നു പോകട്ടെ. നിന്നെ ഞാൻ ഓർക്കാതെ പോയാൽ, യെരൂശലേമിനെ എൻ്റെ മുഖ്യ സന്തോഷത്തേക്കാൾ വിലമതിക്കാതെ പോയാൽ എൻ്റെ നാവ് അണ്ണാക്കിനോട് പറ്റി ചേരട്ടെ. ഇടിച്ചു കളവിൻ, അടിസ്ഥാനം വരെ അതിനെ ഇടിച്ചു കളവിൻ എന്നിങ്ങനെ പറഞ്ഞ ഏദോമ്യർക്കായി യഹോവേ, യെരൂശലേമിന്റെ നാൾ ഓർക്കണമേ. നാശം അടുത്തിരിക്കുന്ന ബാബേൽ പുത്രിയെ, നീ ഞങ്ങളോട് ചെയ്തതുപോലെ നിന്നോട് ചെയ്യുന്നവൻ ഭാഗ്യവാൻ. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. വിശുദ്ധ വേദഭാഗത്തിലെ ഒരു ഭാഗം കൂടി നമുക്ക് ചിന്തിക്കാം. അതിനായി അന്ത്യകാലത്തിലെ വചന സത്യങ്ങളും നിത്യജീവിതത്തിലേക്കുള്ള ഒരുക്കവും എന്നതിനെ കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന്, വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിലൂടെ നമുക്ക് ചിന്തിക്കാം. കുഞ്ഞാട്ടിന്റെ രക്തത്തിൽ കഴുകപ്പെട്ടവർ, ഹല്ലേലൂയ, ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു ദിനം ദൈവമക്കളായിരിക്കുന്ന നമുക്ക് ഉണ്ട്. ഹല്ലേലൂയ. പ്രിയരേ, കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ വന്ദനം. ഇന്ന് നാം അല്പമായി ചിന്തിക്കുന്നത് വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായമാണ്. ഈ അധ്യായം അന്ത്യകാലത്തെക്കുറിച്ച് ഗൗരവമേറിയ ചില ദൃശ്യങ്ങൾ നമ്മിലേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ അതോടൊപ്പം ഭയപ്പെടുന്നതിനേക്കാൾ ശക്തമായ ഒരു പ്രത്യാശയുടെ സന്ദേശവും ഇതിൽ നൽകുന്നു. ലോകത്തിൽ കഷ്ടതകൾ ഉണ്ടായാലും ദൈവം തൻ്റെ ജനത്തെ അറിയുന്നു. ലോകം മാറിയാലും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ മാറുന്നില്ല. മനുഷ്യരുടെ ശക്തി പരാജയപ്പെട്ടാലും കുഞ്ഞാടായ യേശു ക്രിസ്തു തൻ്റെ ജനത്തെ രക്ഷിക്കുവാൻ ശക്തനായ ദൈവമായി നമ്മോട് കൂടെ ഉണ്ട്. അന്ത്യകാലത്ത് ഭൂമിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ കാണുന്നു. 4 ദൂതന്മാർ ഭൂമിയുടെ 4 കാറ്റുകളെയും പിടിച്ച് നിൽക്കുന്നതായി യോഹന്നാൻ കാണുന്നു. ഇത് വളരെ ഗൗരവമുള്ള ഒരു ദൃശ്യമാണ്. വെളിപ്പാട് പുസ്തകം 7-3 നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് തീരുവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേട് വരുത്തരുത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടതായ ഒരു സത്യമുണ്ട്. ദൈവം തൻ്റെ ദാസന്മാരെ അറിയുന്നു. അന്ത്യകാല സംഭവങ്ങൾ
ആരംഭിക്കുന്നതിന് മുൻപും ദൈവത്തിന്റെ അധികാരം നിലനിൽക്കുന്നു. ഒന്നും ദൈവത്തിന്റെ നിയന്ത്രണത്തിൽ പുറത്തല്ല. അതുകൊണ്ട് പ്രിയരെ, ഒരു വിശ്വാസിയുടെ ജീവിതം ഭയത്തിൽ ആയിരിക്കേണ്ടതല്ല. സങ്കീർത്തനം 46:1-2 വാക്യങ്ങളിൽ ദൈവം നമ്മുടെ സങ്കേതവും ശക്തിയും ആകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയരെ, നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയിടുന്ന ഒരു കാര്യമാണ് വെളിപ്പാട് പുസ്തകത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു വാക്കാണ് മുദ്ര എന്നത്. ഉടമസ്ഥതയെയും തിരിച്ചറിയലിനെയും സൂചിപ്പിക്കുന്നു. ദൈവത്തിന്റെ ജനത്തെ ദൈവം അറിയുന്നു. നാം ലോകത്തിൽ ജീവിക്കുന്നവരാണെങ്കിലും നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ ദൈവം ആയിരിക്കണം. ഇന്ന് നമുക്ക് സ്വയം ചോദിക്കാം, ഞാൻ ആരുടേതാണ്? എൻ്റെ ജീവിതം യേശുവിനുള്ളതാണോ? എൻ്റെ ചിന്തകൾ യേശുവിന് പ്രസാദകരമാണോ? എൻ്റെ വാക്കുകൾ യേശുവിന് പ്രസാദകരമായിരിക്കുമോ? എൻ്റെ രഹസ്യ ജീവിതം ദൈവസന്നിധിയിൽ ശുദ്ധമാണോ എന്ന് നാം നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. 144,000 എന്ന സംഖ്യ വെളിപ്പാട് പുസ്തകം 7:4-8 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നു. ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്നുള്ള 144,000 മുദ്രയേറ്റവർ, അവരെ കുറിച്ച് പറയുന്നു. ഇതിനെക്കുറിച്ച് ക്രിസ്തീയ വ്യാഖ്യാനങ്ങളിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു പ്രത്യേക വ്യാഖ്യാനത്തെ മാത്രം അന്തിമ സത്യമായി പ്രഖ്യാപിക്കുന്നതിനേക്കാൾ വചനത്തിന് വ്യക്തമായി പറയുന്ന പ്രധാന സന്ദേശം ശ്രദ്ധിക്കാവുന്നതാണ്. ദൈവത്തിന് തൻ്റെ ജനത്തെ അറിയാം. അവൻ അവരെ മറക്കുന്നില്ല. നമ്മുടെ പേരുകൾ മനുഷ്യരുടെ പട്ടികയിൽ ഉണ്ടായിരിക്കണം എന്നില്ല. പക്ഷേ ദൈവത്തിന്റെ പുസ്തകത്തിൽ, ജീവപുസ്തകത്തിൽ നമ്മുടെ പേര് ഉണ്ടായിരിക്കണം. യേശു പറഞ്ഞു, നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ സന്തോഷിപ്പിൻ. ഹല്ലേലൂയ. ലൂക്കോസ് 10:20. എണ്ണിക്കൂടാത്ത മഹാപുരുഷാരത്തെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 7:9 കാണുന്നു. വളരെ മനോഹരമായ ഒരു ദൃശ്യമാണ് അവിടെ കാണുന്നത്. സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം. ഇത് ദൈവത്തിന്റെ രക്ഷ ഒരു ജനതയ്ക്കോ ഭാഷയ്ക്കോ ദേശത്തിനോ മാത്രം പരിമിതമല്ലെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സുവിശേഷം സകല മനുഷ്യർക്കും വേണ്ടി ഉള്ളതാണ്. യേശുവിന്റെ കൽപ്പന മത്തായി എഴുതിയ സുവിശേഷം 28-19 വാക്യത്തിൽ, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. അതുകൊണ്ട് സഭയുടെ ദൗത്യ സുവിശേഷം അറിയിക്കുക എന്നതാണ്. വെള്ള നിലയെങ്കി വിശുദ്ധിയുടെ അടയാളമാണ്. വെളിപ്പാട് പുസ്തകം 7:9 അവർ വെള്ള നിലയെങ്കി ധരിച്ചിരിക്കുന്നതായി പറയുന്നു. വെളിപ്പാട് പുസ്തകം 7:14 ഇതിന്റെ അർത്ഥം കൂടുതൽ വ്യക്തമായി പറയുന്നുണ്ട്. കുഞ്ഞാട്ടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. ഇവിടെ ഏറ്റവും വലിയ സുവിശേഷ സത്യം നമുക്ക് കാണുവാനായി കഴിയുന്നു. രക്ഷ മനുഷ്യന്റെ സ്വന്തം നീതി കൊണ്ടല്ല, ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന രക്ഷയാണ്. നമുക്ക് എത്ര നല്ല പ്രവൃത്തികൾ ചെയ്താലും നമ്മുടെ സ്വന്തം നീതി രക്ഷയുടെ അടിസ്ഥാനം അല്ല. 1 യോഹന്നാൻ 1:7 യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ആദ്യമായി നാം ചെയ്യേണ്ടത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, പാപത്തിൽ നിന്നും മാനസാന്തരപ്പെടുക, യേശുവിനെ കർത്താവും രക്ഷിതാവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ എന്ന് വെളിപ്പാട് പുസ്തകം 7:14 കാണുന്നു. ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. ക്രിസ്തീയ ജീവിതം എല്ലായ്പ്പോഴും എളുപ്പമായിരിക്കണം എന്നില്ല. ബൈബിൾ വാഗ്ദാനം ചെയ്യുന്നില്ല. യേശു പറഞ്ഞു, യോഹന്നാൻ 16:33 ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് കഷ്ടത വരുമ്പോൾ ദൈവം എന്നെ ഉപേക്ഷിച്ചു എന്ന് പറയരുത്. പകരം എൻ്റെ കർത്താവ് എന്നോട് കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുക. നിത്യ ജീവിതത്തിലേക്ക് കടക്കാൻ നാം പാലിക്കേണ്ട വചനങ്ങൾ ഇതാണ്. ഇന്നത്തെ ഈ സന്ദേശത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്നത് അന്ത്യകാലത്തെക്കുറിച്ച് അറിയുന്നത് മാത്രം പോരാ, അന്ത്യകാലത്തിനായി നാം ഒരുക്കമുള്ളവരായി തയ്യാറെടുക്കണം എന്നതാണ്.
അതിനാവശ്യമായിരിക്കുന്ന ഒന്നാമത്തെ കാര്യം മാനസാന്തരപ്പെടുക എന്നുള്ളതാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 3:19 ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ എന്ന് കാണുന്നു. പാപത്തെ ന്യായീകരിക്കാതെ പാപത്തെ വിട്ട് യേശുവിലേക്ക് തിരിയണം എന്നാണ് പറയുന്നത്. യേശുവിൽ വിശ്വസിക്കുക. യോഹന്നാൻ 3:16 ദൈവം തന്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് നിത്യജീവന്റെ വഴി തുറന്നു. നിത്യജീവൻ നമ്മുടെ സമ്പത്ത് കൊണ്ടും സ്ഥാനത്താലും വിദ്യാഭ്യാസത്താലും ലഭിക്കുന്നതല്ല. അത് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ ലഭിക്കുന്ന ദൈവത്തിന്റെ ദാനമാണ്. വിശുദ്ധ ജീവിതം നയിക്കുക. എബ്രായർ 12:14 എല്ലാവരോടും സമാധാനം ആചരിപ്പാനും ശുദ്ധീകരണം പ്രാപിപ്പാനും ശ്രമിപ്പിൻ. വിശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. വിശുദ്ധി ഞായറാഴ്ച ആരാധനയിൽ മാത്രം വേണ്ടതല്ല. വീട്ടിൽ വിശുദ്ധിയായിരിക്കണം. ജോലിയിൽ, സംസാരത്തിൽ, ഹല്ലേലൂയ, നമ്മുടെ പ്രവൃത്തി മേഖലകളിൽ, നമ്മുടെ മറ്റ് ബന്ധങ്ങളിൽ എല്ലാം ഹല്ലേലൂയ, നമ്മുടെ രഹസ്യ ജീവിതത്തിന് വിശുദ്ധി ആവശ്യം ആണ്. ദൈവവചനം അനുസരിക്കുക. യേശു പറഞ്ഞു, യോഹന്നാൻ 14:15 നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് മാത്രം പോരാ, യേശുവിന്റെ വചനം അനുസരിക്കുന്ന ജീവിതം വേണം. ക്ഷമിക്കുക. നിത്യജീവിതത്തിനായി ഒരുങ്ങുന്ന മനുഷ്യൻ ഹൃദയത്തിൽ വിദ്വേഷം സൂക്ഷിക്കരുത്. എഫേസ്യർ 4:32 നിങ്ങൾ തമ്മിൽ ദയയും കരുണയും ഉള്ളവരായി ക്രിസ്തുവിൽ ദൈവം നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിൻ. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിൽ പക, പ്രതികാരം, വിദ്വേഷം, ക്ഷമിക്കാത്ത മനസ്സ് ഇവയ്ക്ക് സ്ഥാനം കൊടുക്കരുത്. ഇത് പിശാചിന്റെ അവകാശവും പിശാചിനെ ഇരിക്കുവാനുള്ള ഇടമായി തീരുകയും ചെയ്യുന്നു. അതുകൊണ്ട് യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഈ അവസ്ഥയിൽ നിന്നും വിടുതൽ പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. സ്നേഹത്തിൽ നടക്കുക. 1 കൊരിന്ത്യർ 13:13 വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. അവസാന കാലത്തെക്കുറിച്ച് സംസാരിക്കുന്നതോടൊപ്പം ക്രിസ്തുവിന്റെ സ്നേഹം ജീവിതത്തിൽ പ്രകടമാക്കണം. പ്രാർത്ഥനയിൽ ജാഗരിക്കുക. ലൂക്കോസ് 21:36 ആകയാൽ ഉണ്ടാകുവാനുള്ള ഈ സകലത്തിനും ഒഴിഞ്ഞു മാറുവാനും മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽപ്പാനും നിങ്ങൾക്ക് ശക്തി ഉണ്ടാകേണ്ടതിന് സദാകാലവും ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ഉറങ്ങിക്കിടക്കുന്ന ആത്മീയ ജീവിതമല്ല, ജാഗരിക്കുന്ന ആത്മീയ ജീവിതം വേണം. പ്രാർത്ഥന നഷ്ടപ്പെടുമ്പോൾ ആത്മീയ ജാഗ്രത കുറയുന്നു. വിളക്ക് കെടുത്താതെ സൂക്ഷിക്കുക. മത്തായി 25 കാണുന്നു 10 കന്യകമാരുടെ ഉപമ നമ്മെ ശക്തമായി ഓർമ്മിപ്പിക്കുന്നത് 5 പേർ ഒരുക്കമുള്ളവരായിരുന്നു, 5 പേർ ഒരുക്കമില്ലാത്തവരും ആയിരുന്നു. അതിനാൽ ചോദ്യം, കർത്താവ് വരുമ്പോൾ ഞാൻ തയ്യാറായിരിക്കുമോ എന്നാണ്. മത്തായി 24:44 നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ, നാഴിക നിങ്ങൾ നിരൂപിക്കാത്ത സമയത്ത് മനുഷ്യപുത്രൻ വരും. ഹല്ലേലൂയ. നമ്മുടെ ലക്ഷ്യം സിംഹാസനത്തിന്റെ മുന്നിൽ നിൽക്കുക. വെളിപ്പാട് പുസ്തകം 7:9-10 വാക്യങ്ങളിൽ ആ മഹാപുരുഷാര സിംഹാസനത്തിന്റെയും കുഞ്ഞാട്ടിന്റെയും മുൻപിൽ നിൽക്കുന്നു. അവർ പറയുന്നത് രക്ഷ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാട്ടിന്റെയും ദാനം എന്നാണ്. നിത്യജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്താണ് എന്ന് നോക്കുമ്പോൾ ദൈവസന്നിധിയിൽ ആയിരിക്കുക എന്നതാണ് ഏറ്റവും സന്തോഷകരമായ ജീവിതം. ലോകം നൽകുന്ന വിജയങ്ങൾ താൽക്കാലികമാണ്, പണം താൽക്കാലികമാണ്, സ്ഥാനമാനങ്ങൾ താൽക്കാലികമാണ്, ശരീര സൗന്ദര്യം, ഭൗതിക ജീവിതം ഇവയെല്ലാം താൽക്കാലികമായത്. എന്നാൽ യേശുവിലുള്ള നിത്യജീവൻ മാത്രമാണ് ഒരു ദൈവ പൈതലിന് ശാശ്വതമായിട്ട് ഉള്ളത്. കുഞ്ഞാട് നമ്മെ നയിക്കും. വെളിപ്പാട് പുസ്തകം 7:17 മനോഹരമായ വാഗ്ദത്തങ്ങളിൽ ഒന്നാണ് കാണുന്നത്. സിംഹാസനത്തിന്റെ മധ്യയുള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിന്റെ ഉറവിലേക്ക് നടത്തും. ഹല്ലേലൂയ. കുഞ്ഞാട് തന്നെയാണ് ഇടയനാകുന്നത്. യേശു കർത്താവാണ് നമ്മുടെ കുഞ്ഞാട്. യേശു നമ്മുടെ ഇടയനാണ്, ജീവജലത്തിന്റെ ഉറവയാണ്, രക്ഷകനാണ്, രാജാവാണ്, വീണ്ടെടുപ്പുകാരനുമാണ്.
യോഹന്നാൻ 10:27-28 വാക്യങ്ങളിൽ എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. ദൈവം കണ്ണുനീർ തുടച്ചു കളയും. വെളിപ്പാട് പുസ്തകം 7:17 ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഹല്ലേലൂയ! എത്ര വലിയ പ്രത്യാശയാണ് ഒരു ദൈവ പൈതലിനെ ദൈവം നൽകിയിരിക്കുന്നത്. ഇന്ന് കണ്ണുനീരുണ്ടാകാം, വേദന, നിരാശ, കാത്തിരിപ്പ്, ഇതെല്ലാം ഇന്ന് ഉണ്ടാകുന്നു. പക്ഷേ ദൈവത്തിന്റെ വാഗ്ദത്തം, ഞാൻ നിന്റെ കണ്ണുനീർ തുടച്ചു കളയും. വെളിപ്പാട് 21:4 ഇതേ പ്രത്യാശ കൂടുതൽ വ്യക്തമായി കാണുവാൻ കഴിയുന്നു. അവൻ അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകയില്ല. ഇന്നത്തെ ആത്മപരിശോധന പ്രിയരെ, നമുക്ക് മറ്റുള്ളവരെ നോക്കേണ്ട, നമ്മുടെ സ്വന്തം ഹൃദയത്തെ പരിശോധിക്കാം. ഞാൻ ക്രിസ്തുവിലാണോ? എൻ്റെ പാപങ്ങളെ കുറിച്ച് ഞാൻ മാനസാന്തരപ്പെട്ട് പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ടുണ്ടോ? ഞാൻ ദൈവവചനം അനുസരിക്കുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൽ വിശുദ്ധിയുണ്ടോ? ഞാൻ മറ്റുള്ളവരോട് ക്ഷമിച്ചിട്ടുണ്ടോ? എൻ്റെ ഹൃദയത്തിൽ സ്നേഹമുണ്ടോ? ഞാൻ പ്രാർത്ഥനയിൽ ജാഗരിക്കുന്നുണ്ടോ? കർത്താവിൻ്റെ വരവിനായി ഞാൻ തയ്യാറാണോ എന്ന് നാം നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം നമ്മോട് പറയുന്നത് അന്ത്യകാലത്ത് എന്ത് സംഭവിക്കും എന്നല്ല, അതിലുപരി അന്ത്യകാലത്തിനായി നീ എങ്ങനെ തയ്യാറാകുന്നു എന്നതാണ്. അതുകൊണ്ട് നമുക്ക് പാപം വിട്ടുകളയാം, ക്രിസ്തുവിൽ വിശ്വസിക്കാം, വചനത്തിൽ നിലനിൽക്കാം, വിശുദ്ധിയിൽ നടക്കാം, സ്നേഹത്തിൽ ജീവിക്കാം, ക്ഷമിക്കാം, പ്രാർത്ഥിക്കാം, ജാഗരിക്കാം, സുവിശേഷം പങ്കുവയ്ക്കാം, കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങാം. കാരണം നമ്മുടെ ലക്ഷ്യം ഈ ലോകത്തിലെ വിജയം മാത്രമല്ല, നമ്മുടെ ലക്ഷ്യം ദൈവത്തിന്റെ സന്നിധിയിൽ നിത്യമായി വസിക്കുക എന്നതാണ്. കുഞ്ഞാട്ടിന്റെ രക്തത്താൽ കഴുകപ്പെട്ട അങ്കിയുമായി വെള്ള നിലയങ്കി ധരിച്ച് സിംഹാസനത്തിന് മുന്നിൽ നിൽക്കുന്ന മഹാപുരുഷാരത്തിൽ നാമം ഉണ്ടായിരിക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ എന്നുള്ള ഒരുക്കത്തോടെ ആയിരിക്കാം. അതിനായി നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കർത്താവെ, ഞങ്ങളെ ഒരുക്കണമേ, ഞങ്ങളുടെ ഹൃദയം ശുദ്ധീകരിക്കണമേ, യേശുവിന്റെ വചനത്തിൽ ഉറപ്പിക്കണമേ, യേശുവിന്റെ വരവിനായി ജാഗരിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപ നൽകണമേ, അവസാനം വരെ വിശ്വസ്തരായി നിലനിൽപ്പാൻ ശക്തി തരയണമേ. കുഞ്ഞാടായ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. God bless you. Hallelujah.